നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇപ്പോൾ പിരിയാനുണ്ടായ റീസൺ, അതിപ്പോൾ ഒരു നെഗറ്റീവ് എനർജിയാണ് അല്ലെങ്കിൽ ആഭിചാരമോ ബ്ലാക്ക് മാജിക്കോ ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജി ഇപ്പോഴും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുണ്ടോ? നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഇപ്പോഴും ആ ഒരു ആഭിചാരം അല്ലെങ്കിൽ ആ ഒരു ബ്ലാക്ക് മാജിക് ഇന്ന് ഇപ്പോൾ ഉണ്ടോ? അതാണ് ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷനാണ് കേട്ടോ പറയാൻ പോകുന്നത്. അതാണ് ഈ ഒരു റീഡിങ്ങിൽ അറിയാൻ സാധിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ബാധിച്ചിരിക്കുന്നത്, എന്താണ് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ ഈ ഒരു റീഡിങ്ങിൽ പറയുന്നതാണ് കേട്ടോ. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ടുകളയുക. നിങ്ങളുടെ കാര്യത്തിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് അറിയണം. ഇപ്പം ഇത് ജനറൽ റീഡിംഗ് ആണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചിരിക്കുന്നത് എങ്ങനത്തെ ബ്ലാക്ക് മാജിക് ആണ് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഓക്കെ, സാരമില്ല, അതിന് പരിഹാരം മാത്രം ചെയ്താൽ മതി. കൃത്യമായിട്ട് റീഡിംഗ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന പരിഹാരവും ചെയ്തു തരുന്നതാണ്. പരിഹാരമായിട്ട് തരുന്നത് നിങ്ങളുടെ കയ്യിൽ ധരിക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും അല്ലെങ്കിൽ നാളും ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി തരുന്ന ബ്രേസ്ലെറ്റാണ്. ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ്, തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ്, അതായത് തേർഡ് പാർട്ടി പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോകാനുള്ള ബ്രേസ്ലെറ്റ്, ബ്ലാക്ക് എനർജി റിമൂവർ ബ്രേസ്ലെറ്റ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു ബ്ലാക്ക് മാജിക്ക് ബാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ആരെങ്കിലും മുഖേനയാണ് ബാധിച്ചത് എന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടുള്ള ബ്ലാക്ക് മാജിക് റിമൂവർ ബ്രേസ്ലെറ്റ്. ഇപ്പോൾ അത് നിങ്ങളെ കരിയറിലാണ് ബാധിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് അതിനനുസരിച്ചിട്ട് ചെയ്തു തരും. കരിയർ ബ്രേസ്ലെറ്റ്, മണി അട്രാക്ഷൻ ബ്രേസ്ലെറ്റ്, ഇതെല്ലാം ഉണ്ട്. ബ്രേസ്ലെറ്റിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല ഡിസ്കൗണ്ട് പ്രൈസിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്കിനി റീഡിങ്ങിലേക്ക് കടക്കാം. ഓം നമഃ ശിവായ. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. 7 of Swords, Ace of Cups, Knight of Cups, Knight of Swords, Knight of Pentacles, 6 of Swords, Strength card, Page of Wands, 10 of Swords, 9 of Swords. ഇവിടെ സോഡ്സിൻ്റെ എനർജി നല്ല കൂടുതലായിട്ടാണ് കാണുന്നത്. അപ്പോൾ തന്നെ ഇവിടെ യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരാനുള്ള വാണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെയും വ്യക്തിയുടെയും മനോനില തെറ്റിക്കാൻ, മൈൻഡിനെ എഫക്റ്റ് ആക്കുന്ന രീതിയിലുള്ള ബ്ലാക്ക് മാജിക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സിന് പറയാനുള്ളത്, ഇപ്പോഴും ആ ഒരു ബ്ലാക്ക് മാജിക്ക് നിങ്ങളുടെ ലൈഫിൽ ഉള്ളതായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഇവിടെ ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയർലി നിങ്ങളത് സഫർ ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വർഷത്തിനായി, അതായത് 1 വർഷമായിട്ട് നിങ്ങളുടെ ലൈഫിലാകെ താളപ്പഴയാണ്. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജി വന്നത് ഒരു 2 ഇയേഴ്സ് മുന്നേ ആണ്. 2 ഇയേഴ്സ് മുന്നേ ഇത് ചെയ്തു. പക്ഷേ ഇപ്പോഴാണ് ലൈഫിൽ ഭയങ്കര പ്രശ്നം ഉണ്ടായത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ നല്ല സ്നേഹമായിട്ടായിരുന്നു ഇരുന്നിരുന്നത്. എന്തെങ്കിലുമൊക്കെ പ്രശ്നം, നിങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ വ്യക്തിയാണ് നിങ്ങളുടെ പിന്നാലെ വന്ന ആ ഒരു പ്രശ്നമൊക്കെ സോൾവ് ആക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഷൗട്ട് ചെയ്തിട്ടാണ് വഴക്കുണ്ടാകുന്നത്. ഇവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പ്രശ്നം ഉണ്ടാവാൻ വേണ്ടിയിട്ട് തേർഡ് പാർട്ടി നിങ്ങളെ ചതിച്ചതായിട്ടാണ് ഇവിടെ കാണുന്നത്. നല്ല രീതിയിൽ വലിയൊരു ബ്ലാക്ക് മാജിക് ആയിട്ടാണ് കേട്ടോ ഇവിടെ കാണുന്നത്. ഒരു പക്ഷേ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ എവിടെയെങ്കിലും പോകാനിരുന്നൊരു സന്ദർഭമാകാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇപ്പം നിൽക്കുന്ന സ്ഥലത്തു നിന്നൊന്ന് മാറി നിൽക്കണം, അല്ലെങ്കിൽ കല്യാണം. ഇതൊക്കെയാണ് നിങ്ങളൊന്ന് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ 2 പേരും ഒരു കാര്യം തീരുമാനിച്ചു. ആ തീരുമാനം നടപ്പിലാക്കാനിരുന്ന ഒരു സന്ദർഭത്തിലാണ് പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് കൂടിയത്. നിങ്ങളുടെ ഇടയിൽ വഴക്കുണ്ടാവുക, ഒന്നും അങ്ങോട്ട് സ്മൂത്തായിട്ട് പോകുന്നില്ല. അങ്ങോട്ട് വഴക്കുണ്ടാവുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ദേഷ്യം വരിക. നിങ്ങളുടെ വ്യക്തി വെറുതെ പ്രത്യേകിച്ച് ഒരു റീസണും ഇല്ലാതെ നിങ്ങളുടെ അടുത്ത് ചാടി കയറി സംസാരിക്കുക. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവം അല്ലായിരുന്നു ഇപ്പോൾ സംസാരിക്കുന്നത്. ആ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജി ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സിന് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒന്നിച്ചാണ് ജീവിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിരുന്ന നിങ്ങൾക്ക് വിലപിടിപ്പുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും വാല്യുബിളായിട്ട് കാണുന്ന എന്തെങ്കിലും വസ്തുക്കൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ?
അല്ലെങ്കിൽ നിങ്ങൾ വെച്ചിരുന്ന സ്ഥലത്തു നിന്ന് സ്ഥലം മാറി ഇരിപ്പുണ്ടോ? ഇത് ബ്ലാക്ക് മാജിക്കിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് നല്ലോണം ഓർമ്മയുണ്ട്, നിങ്ങൾ ഇന്ന വസ്തു ഇന്ന സ്ഥലത്താണ് വെച്ചത്. പക്ഷേ അത് ഒന്നെങ്കിൽ അതിൻ്റെ വെച്ചിരിക്കുന്ന സ്ഥലം മാറിയിരിക്കുക, അല്ലെങ്കിൽ അത് അപ്രത്യക്ഷമായി പോവുക. മനസ്സിലായോ? ആ ഒരു അവസ്ഥയാണ് കാണുന്നത്. ബ്ലാക്ക് മാജിക്കിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു സിറ്റുവേഷനാണ്. പിന്നെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ റൂമിലാവട്ടെ, നിങ്ങളുടെ വീട്ടിലാവട്ടെ, അല്ലെങ്കിൽ എന്തോ ആവട്ടെ, നിങ്ങൾ എല്ലാം ഒന്ന് പ്ലേസ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അതായത് എല്ലാം അടുക്കടുക്കായിട്ട് ചിട്ടയോടുകൂടി വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് അത് അലങ്കോലമായിട്ട് കിടക്കുക. ഇത് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട് നിങ്ങളിത് അടുക്കി പറക്കി വെച്ചതല്ലേ, ഇപ്പോൾ എന്തോ പറ്റി എന്നുള്ളത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, നിങ്ങൾ വളരെ സന്തോഷമായിട്ട് കുടുംബമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു ഫാമിലിയാണ് എന്നുണ്ടെങ്കിൽ അവിടെ പെട്ടെന്നുണ്ടാവുന്ന തകർച്ച, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു പൊരുത്തക്കേട്, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുക, അസൂയപ്പെടുക, എന്താ പറയണ്ട, ഒരാളുടെ ഉയർച്ചയ്ക്ക് ഒരാൾ അസൂയപ്പെട്ട് നോക്കി നിൽക്കുക, ഇതൊക്കെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതായത് ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു വ്യക്തി, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ സാമ്പത്തികം നഷ്ടമാവാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ആ ഒരു സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു ഇതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആരോ നല്ല രീതിയിൽ പ്ലേ ചെയ്തതായിട്ട് കാണുന്നുണ്ട്, ആരോ ട്രിക്ക് ഉപയോഗിച്ചതായിട്ട് കാണുന്നുണ്ട്, ആരോ ഒരു കുതന്ത്രം മേഞ്ഞ് ചെയ്ത ഒരു അവസ്ഥയായിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ. ആരോ പ്ലാൻ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജിയാണിത്. ഇവിടെ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ആ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ഇതാണ് മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങൾക്കത് സർവൈവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് കാണുന്നത്. ഇപ്പോഴും നിങ്ങളത് അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ഡിപ്രഷൻ സ്റ്റേജ്, ഉറക്കമില്ലായ്മ, നെഞ്ചിന് വേദന, നിങ്ങൾക്ക് നടു സംബന്ധമായിട്ട് പെയിനുണ്ട്, കുറേ നേരം നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ചെയ്തിരിക്കുന്ന ആരാണോ നിങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾക്കും എതിരെ ബ്ലാക്ക് മാജിക് ചെയ്തത്, അവർ ചെന്നിട്ട് നിങ്ങളുടെ പാസ്റ്റിനെ പറ്റിയിട്ട് കുറേ കാര്യം ഈ ആഭിചാരം ചെയ്യുന്നവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ആഭിചാരം ചെയ്തത് ആരാണോ, അതായത് എന്താ പറയണ്ട, നിങ്ങൾക്ക് പ്രശ്നം വരാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാൾ ബ്ലാക്ക് മാജിക് ചെയ്തു. ഈ ബ്ലാക്ക് മാജിക് ചെയ്യേണ്ട ആവശ്യമായിട്ട് ഇത് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് മാജിക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ്. ഇത് ആരാണോ ചെയ്തു കൊടുത്തത് അവർ ശരിക്കും നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ഈ ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ ഈ ഒരു ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആൾ ഈ ഒരു തേർഡ് പേഴ്സൺ പറഞ്ഞു കൊടുത്തതായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അത്രയ്ക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്നിട്ട് പ്ലേ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്ത് അവർക്ക് ഉയരണം എന്നുള്ളൊരു ഇൻറ്റൻഷനാണ്. അവരതിനുള്ള പ്രയത്നങ്ങളൊക്കെ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലിപ്പോൾ നിങ്ങൾക്ക് സംശയമുള്ള ആരെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതരം എന്തെങ്കിലും ഒരു പ്രത്യേക മാറ്റം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള കല്ലുകൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ കണ്ണിപ്പെടാത്തത്, ഇത്രയും നാളായിട്ട് നിങ്ങളുടെ വീട്ടിലല്ലെങ്കിൽ പുറത്ത് ഇതില്ലായിരുന്നു, പക്ഷേ പ്രത്യേകിച്ച് എന്തോ ഒരു സാധനം അവിടെ വന്നു, അത് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കോയിൻസ് വരിക, എന്തെങ്കിലുമൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുള്ള ആയുധങ്ങൾ വീട്ടുമുറ്റത്തു നിന്ന് കിട്ടുക, അത് ചിലപ്പം എന്താ പറയണ്ട, കുറേ പഴക്കം ചെന്നിട്ടുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്കത് കിട്ടുന്നത്. നിങ്ങൾ തന്നെ വിചാരിക്കും ഇത് കുറേ വർഷങ്ങളായിട്ട് ഇതിവിടെ ഉള്ളതാ, നിങ്ങളുടെ കണ്ണിപ്പെടാഞ്ഞതാണ്. അങ്ങനെ തോന്നിക്കുന്ന വിധത്തിലാണ് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിങ്ങളുടെ അടുത്തുമൊക്കെ കൊണ്ട് പല കാര്യങ്ങളും ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുള്ള വ്യക്തി, അതായത് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം അറിയുന്നതായിട്ടാണ് കേട്ടോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അത് ബ്ലാക്ക് മാജിക്കിലൂടെ തന്നെ അറിയുന്നതായിട്ടാണ് കാണുന്നത്. ഇവർ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന വ്യക്തികളെ സമീപിക്കുന്ന സമയത്താണ്, അതായത് നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തൊക്കെയോ മാറ്റങ്ങൾ വരും. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് അല്ല നിങ്ങളുള്ളത് എന്നുള്ളൊരു തോന്നൽ വരിക.
അതായത് നിങ്ങളിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതോ ഒരു മായാലോകത്ത് നിൽക്കുന്ന ഒരവസ്ഥ വരിക. പെട്ടെന്ന് തലയ്ക്കൊരു പെരുപ്പ് വരിക. നിങ്ങളുടെ തല ആരോ പിടിച്ച് ഞെരിച്ചുടയ്ക്കുന്ന പോലുള്ളൊരു ഫീലിംഗ് വരിക. പെട്ടെന്ന് തന്നെ അതികഠിനമായിട്ടുള്ള തലവേദന നിങ്ങൾക്ക് വരിക. ചില സമയത്ത് നോക്കുകയാണെങ്കിൽ അരയ്ക്ക് താപ്പോട്ട് തളർന്നിരിക്കുന്ന ഒരു അവസ്ഥ വരിക. അപ്പോൾ നിങ്ങൾക്ക് മിക്കവാറും ഉണ്ടാവാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ആ ഒരു എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. കാരണം ചില സമയത്ത് നിങ്ങൾ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് വാ കൊണ്ടിട്ട് അടുത്ത് കിടക്കുന്ന ആളെയോ അല്ലെങ്കിൽ അപ്പുറത്ത് നിന്ന് നിങ്ങളുടെ പേരൻസിനെയോ പോലും വിളിക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക. നിശ്ചലമായിട്ടിരിക്കുന്ന ഒരവസ്ഥ. ഇത് ബ്ലാക്ക് മാജിക്കിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ നിങ്ങളൊരു കാര്യം ആലോചിക്കുക. നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ആരെങ്കിലും എന്തെങ്കിലും പ്രത്യേകിച്ച് ഔഷധമാണ്, നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വസ്തുക്കൾ കഴിക്കാനോ കുടിക്കാനോ തന്നിട്ടുണ്ടോ എന്ന്. ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മരുന്ന്, അത് ചിലപ്പോൾ മരുന്നാവാം. നിങ്ങൾക്ക് ചിലപ്പോൾ ടേസ്റ്റ് നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന എന്തെങ്കിലും സാധനം പോലും ആവാം. പക്ഷേ ഈ തന്നിട്ടുള്ളത് ശരീരത്തിന് നല്ലതാണ്, ആരോഗ്യം ഉണ്ടാവാനാണ്, അസുഖം മാറാനാണ്, പ്രശ്നങ്ങൾ മാറാനാണ് എന്ന് പറഞ്ഞിട്ടാവാം. ഇത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെ വല്ലതും തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ തന്നത് അത് ബ്ലാക്ക് മാജിക് ചെയ്തിട്ട് തന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. ഒരുപാട് തരത്തിലുള്ള മന്ത്രം ജപിച്ച് ആഭിചാര വസ്തുക്കൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു സാധനം. അത് എന്തും ആകാം കേട്ടോ, എന്ത് കാര്യങ്ങളും ആകാം. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന മെഡിസിൻ അതും ആകാം. ചിലപ്പോൾ ഈ കൊണ്ടു തന്ന വ്യക്തി ഏതെങ്കിലും ഒരു ആയുർവേദ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള സാധനമാവാം. ഇത് ടാബ്ലറ്റ്സ് ആവാം. ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ചിലപ്പോൾ ഒരു തവണയെങ്കിലും ഇത് കഴിച്ചിട്ടും ഉണ്ടാവാം. അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉള്ളതായിട്ടാണ് കേട്ടോ ഇവിടെ കാണുന്നത്. ഇപ്പോഴും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടിട്ട് ഭയങ്കര രീതിയിൽ സഫർ ചെയ്യുന്നുണ്ട് ബ്ലാക്ക് മാജിക്കിൻ്റെ ഭാഗമായിട്ട്. ചില സ്ഥലത്ത് കിടന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എഴുന്നേക്കാൻ പോലും തോന്നത്തില്ല. ഒരുപാട് മടി പിടിച്ച ഒരവസ്ഥ. ചില സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങളിനി കൂടുതൽ നാൾ ജീവിച്ചിരിക്കത്തില്ലേ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചൊടിച്ചിട്ടതുപോലുള്ള ഒരവസ്ഥ. നിങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ മരണം ഇതാ എത്തിക്കഴിഞ്ഞു എന്ന്. ചില സമയത്ത് നിങ്ങൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ട്. നിങ്ങളാവട്ടെ നിങ്ങളുടെ വ്യക്തിയാവട്ടെ വല്ലാത്ത അസുഖം കൂടിയിട്ട് ആ അസുഖങ്ങളൊക്കെ കൂടി അഡ്മിറ്റായിട്ടും എങ്ങനെയൊക്കെയോ നിങ്ങൾ സർവൈവ് ചെയ്യുന്നു. അത് ദൈവാധീനം കൊണ്ട് മാത്രമായിട്ടാണ് കേട്ടോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലൊരു ശക്തിയുണ്ട്. ആ ഉള്ളിലുള്ളൊരു ശക്തി എന്ന് പറയുന്നത് അത് ദൈവം നിങ്ങൾക്ക് തരുന്ന ശക്തിയാണ്. ആ ശക്തി കൊണ്ടിട്ടാണ് നിങ്ങൾ പല കാര്യങ്ങളും തരണം ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ബ്ലാക്ക് മാജിക്കിൻ്റെ ആ എനർജി ശക്തിയായിട്ട് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ തടസ്സമായിട്ട് നിൽക്കുന്നത് തേർഡ് പാർട്ടി ആവട്ടെ, ബ്ലാക്ക് എനർജി ആവട്ടെ, അല്ലെങ്കിൽ എന്തോ ആവട്ടെ, ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അത് മാറ്റുക. കാരണം അത് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു കുഴപ്പമില്ലാണ്ട് റിലേഷൻഷിപ്പ് ആവട്ടെ, നിങ്ങളുടെ ലൈഫ് ആവട്ടെ, അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ലൈഫിലൊരു വിജയം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ, നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടത്തുള്ളൂ, നിങ്ങൾക്കൊന്ന് സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുകയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നൊരവസ്ഥ. അടുത്ത ദിവസത്തിനെ പറ്റിയിട്ട് ഭയമില്ലാതെ, ഭയത്തോടു കൂടി ഓർക്കാതെ സന്തോഷമായിട്ട് സമാധാനമായിട്ടല്ലേ നിങ്ങൾ ഉറങ്ങേണ്ടത്. അസുഖം ഇല്ലാണ്ട് ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. നിങ്ങൾക്കത് വേണ്ടേ? അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, എന്നല്ല, നിങ്ങൾക്ക് ആവശ്യമാണ്, നിങ്ങളത് മാറ്റുക. നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടുള്ളൊരു ലൈഫ് നിങ്ങൾ ഡിസേർവിങ് ആണ്. നിങ്ങൾ സ്നേഹിക്കപ്പെടേണ്ട വ്യക്തികളാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പോകേണ്ടതാണ്. നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ ഡിസേർവിങ് ആണ്. സന്തോഷവും സമാധാനവും സുഖകരമായിട്ടുള്ളൊരു ലൈഫ് അത് ഡിസേർവിങ് ആണെന്ന് സ്വന്തമായിട്ട് മനസ്സിലാവുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുക. കുറേ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തൊലഞ്ഞ്, ഇതാണ് ഞാൻ ഡിസേർവ് ചെയ്യുന്നത്, ദൈവം എന്നെ ഇങ്ങനെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിതെങ്ങനെ എത്രത്തോളം പറയുന്നോ അത്രത്തോളം മോശപ്പെട്ട വരുത്തതേ ഉള്ളൂ നിങ്ങളുടെ അവസ്ഥ. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളൊരു വാല്യൂ കൊടുക്കുക. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ മോശം വന്നു കഴിഞ്ഞാൽ ഇതല്ല നിങ്ങൾ ഡിസേർവിങ്. നിങ്ങൾക്ക് ഏറ്റവും നല്ല ബെറ്റർ ലൈഫാണ് നിങ്ങൾ ഡിസേർവ് ആക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പ്രവർത്തിച്ച് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നല്ല, കൊണ്ടുവരിക. അതിപ്പോൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും. ഇവിടെ യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ എല്ലാവർക്കും ഉണ്ട്. ഈ വീഡിയോ ഇപ്പോൾ
ഈ ഒരു പ്രശ്നമുള്ളവരായിരിക്കാം ഇത് കൂടുതൽ അവർക്ക് റെസൊണേറ്റ് ആവുന്നത്. അവർക്ക് തന്നെ അറിയാം വലിയ പ്രശ്നത്തിൽ നിന്നും നിങ്ങളെ ഒരു നൂലഴയ്ക്ക് നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷനാണ്. ആ യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ളത് നിങ്ങൾ നല്ല രീതിയിൽ അതിനെ നിങ്ങളുടെ ലൈഫിൽ ഉപയോഗപ്പെടുത്തുക. മനസ്സിലായോ? അപ്പോൾ ഇത് നിങ്ങളുടെ മുമ്പിൽ യൂണിവേഴ്സായിട്ട് എത്തിച്ച വീഡിയോ ആണ്. നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ മാറ്റാനുള്ള വഴി എന്താണെന്ന് അന്വേഷിച്ച് അത് സോൾവ് ആക്കുക. പിന്നെ പറഞ്ഞല്ലോ, നിങ്ങളുടെ പ്രശ്നം എന്തോ ആവട്ടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്നില്ല, അവർ ടൈം തരുന്നില്ല, അവരിപ്പോൾ ഡിസ്റ്റൻസ് കാണിക്കുന്നു, നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നു, മിണ്ടുന്നില്ല, ഇതൊക്കെ നിങ്ങളുടെ ഒരു പരാതി, നിങ്ങൾക്കൊരു വിഷമമാണ്, ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഇതിന് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഉപയോഗിച്ച് ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ് ഞാൻ നിങ്ങൾക്ക് തയ്യാറാക്കി തരാം. അത് കൃത്യമായിട്ട് പറയുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തുള്ള നോ കോൺടാക്ട് സിറ്റുവേഷനൊക്കെ മാറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സംസാരിക്കും. പിന്നെ ഈ ബ്രേസ്ലെറ്റ് ആരുപയോഗിച്ചാലും അതിനകത്ത് പറയുന്ന രീതി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും, അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. കുറേ ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു 100 പേര് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 99 പേർക്കും റിസൾട്ടാണ്. ബാക്കി ഒരാളുടെ കാര്യം നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരാൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യില്ല. മനസ്സിലായോ? അത് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരാൾക്ക് റിസൾട്ട് കിട്ടും. എല്ലാവർക്കും അഫോർഡബിളായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തു തരുന്നത് കേട്ടോ. പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ട് ബ്രേസ്ലെറ്റിനായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ ബ്ലാക്ക് എനർജി മാറാനൊക്കെ ഉള്ള എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്താണ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരേണ്ട മാറ്റം, എന്താണ് നിങ്ങൾ ചെയ്യേണ്ട റിച്വൽസ്, എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു റിച്വൽ ചെയ്യുന്നത്. ഈ ബ്രേസ്ലെറ്റ് വാങ്ങിക്കുന്നവർക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് റിച്വൽസും പറഞ്ഞു കൊടുക്കും കേട്ടോ. ബ്രേസ്ലെറ്റിൻ്റെ കൂടെ റിച്വൽസ്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തുപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻസായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.